മുതിർന്നവർ വരെ പറയുന്ന ഒരു വളരെ സാധാരണമായ ഒരു രോഗമാണ് ഈ ബാക്ക് പെയിൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജനായ ഡോക്ടർ അമീർ എസ് തെരുവത്താണ്. ഡോക്ടറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വെൽക്കം. ഡോക്ടർ, നമുക്ക് ആദ്യം ഈ ഡിസ്ക് അല്ലെങ്കിൽ നട്ടലിന്റെ ഒരു ഘടനയെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു അസുഖം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് വരാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് എന്ന് പറഞ്ഞാൽ കോമൺ കോൾഡ് കഴിഞ്ഞാൽ നടുവേദനയാണ്. ഒരു നോർമൽ ഒരു ഹ്യൂമൻ ബീങ് ഒരു നടുവേദന കഠിനമായ തോതിൽ വന്ന് ഒരു ഡോക്ടറെ സമീപിക്കാനുള്ള സാധ്യത അയാളുടെ ലൈഫ് ടൈമിൽ ഒരു 90% ആണ്. എന്ന് പറഞ്ഞാൽ 10 ൽ 9 ആളുകളും ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നടുവേദനയായിട്ട് ഡോക്ടറെ സമീപിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം ഈ നട്ടലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു സിംഗിൾ ബോൺ ആയിട്ടല്ല, ഒരു ചെയിൻ ഓഫ് ഷോർട്ട് സ്മോൾ ബോൺസ്, 33 കശേരുക്കൾ ഒരു വരിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറക്റ്റ് പോസ്ചർ, ഉടൽ നേരെ ഉള്ള വെർട്ടിക്കലായിട്ടുള്ള പോസ്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പ്രൊപ്പൽ ചെയ്യുന്ന നടക്കുന്ന ജീവികൾ വളരെ അപൂർവമാണ്. അതിലൊന്നാണ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഇതിൽ വരുന്ന ലോഡ് ദൈനംദിന ആക്ടിവിറ്റീസിൽ നടത്ത ഉൾപ്പെടെ ഉള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഒരുപാട് ലോഡ് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സ്ട്രക്ചറാണ് സ്പൈൻ. ആ കശേരുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞു 33 കശേരുക്കളുണ്ടെന്ന് പറഞ്ഞു. ഈ കശേരുക്കളുടെ ഇടയിൽ 2 കശേരു എടുത്ത് അതിൻ്റെ ഇടയിൽ ഒരു കുഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ദൈവം വെച്ചു കൊടുത്തിട്ടുള്ള സാധനമാണ് ഡിസ്ക്, ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്. 23 ഡിസ്കുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. 33 കശേരുക്കളുണ്ടെങ്കിലും അവസാനത്തെ 5-6 കശേരുക്കൾ ഒരു സിംഗിൾ ബ്ലോക്കാണ്, അതിൻ്റെ ഇടയിൽ ഡിസ്ക് ഇല്ല. ബാക്കിയുള്ള എല്ലാ കശേരുക്കളുടെ ഇടയിലും ഡിസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഉപകാരം, ഒരു ഫങ്ഷൻ, ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് വച്ചിരിക്കുന്നതെങ്കിലും പലപ്പോഴും ഈ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ഡിസ്ക് പല അവസരങ്ങളിലും അസുഖത്തിന് കാരണമാവാറുണ്ട്. സ്പൈനിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖം തന്നെ ഡിസ്കിൻ്റെ തള്ളൽ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞൊരു അസുഖമായിട്ടാണ് മിക്കവാറും ഏറ്റവും കൂടുതൽ ഒരു പേഷ്യൻ്റ് ഞങ്ങളുടെ അടുത്ത് വരാറുള്ളത്. ഡോക്ടർ, ഈ ഡിസ്ക് സംബന്ധമായ എന്തൊക്കെ ഇപ്പം ഈ പറഞ്ഞ ഒരു ബാക്ക് പെയിൻ അല്ലാണ്ട് വേറെ എന്തൊക്കെ രീതിയിലാണ് ഒരു പേഷ്യൻ്റ് സാറിനെ സമീപിക്കാറുള്ളത്? വേറെ എന്തൊക്കെ സിംറ്റംസ് ആണ് അവർ കാണിക്കാറ്? ഡിസ്കിന്റെ തള്ളൽ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ഒരു പേഷ്യന്റിന് ആദ്യം വരുന്നത് ബാക്ക് പെയിൻ ആയിരിക്കും. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ഈ ബാക്ക് പെയിൻ പതുക്കെ റേഡിയേറ്റ് ചെയ്യാന്ന് പറയും. പതുക്കെ അരിച്ചരിച്ച് കാലിലേക്ക്, തൊടയിലേക്കും തുടർന്ന് മുട്ടിന് താഴത്തേക്ക് പാദം വരെ വന്നു തുടങ്ങും. അതാണ് ഈ ഡിസ്ക് പ്രൊലാപ്സിൻ്റെ ഒരു പ്രത്യേകത. അത് അരിച്ചരിച്ച് റേഡിയേറ്റ് ചെയ്ത് കാലിൽ പാദം വരെ ചെല്ലും എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ചുമക്കുക അല്ലെങ്കിൽ തുമ്മുക ചെയ്യുമ്പോൾ നടുവേദന ശക്തമായിട്ട് വരും. അത് ഡിസ്കിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. മറ്റു അസുഖങ്ങൾക്ക് പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഡിസ്ക് തള്ളുമ്പോൾ ചുമക്കുക തുമ്മുക ചെയ്യുമ്പോൾ വേദന വരിക, കാലിലേക്ക് അരിച്ചരിച്ച് വേദന വരിക. പിന്നെ കുറച്ചും കൂടി ഡിസ്ക് തള്ളി തുടങ്ങുമ്പോൾ കാലിലേക്ക് മരവിപ്പ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞരമ്പുകളെ അത് ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മരവിപ്പ് വ്യാപിക്കുക, അതോടൊപ്പം പതുക്കെ ബലക്കുറവ് വന്നു തുടങ്ങുക. ബലക്കുറവ് വന്നു തുടങ്ങുന്നത് ഡിസ്കിൻ്റെ തള്ളൽ വളരെയധികം വരുമ്പോഴാണ്. എല്ലാവർക്കും ഇത് ബലക്കുറവിലേക്ക് പ്രോഗ്രസ് ചെയ്യണം എന്നില്ല. ചില ആളുകളിലെ ബലക്കുറവ് വരെയൊക്കെ പോകത്തുള്ളൂ. പക്ഷേ ബലക്കുറവിലേക്ക് പോകുന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഫൈനൽ സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബവൽ ബ്ലാഡർ ഇൻവോൾവ്മെൻറ്റ്, അതായത് മൂത്രം ഒഴിക്കുന്നതിനെയും വയറ്റിൽ നിന്ന് പോകുന്നതിനെയും അതുപോലെ സെക്ഷൽ ഫംഗ്ഷനെ ബാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഓക്കെ ഡോക്ടർ, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ആ ഘടനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഈ L1, L3 അല്ലെങ്കിൽ C1, C, അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? അത് കഴുത്തിന്റെ ആദ്യത്തെ 7 കശേരുക്കൾ കഴുത്തിലാണ്, അത് സർവൈക്കൽ എന്ന് പറയും, C1 to C7. പിന്നെ ഉള്ളത് ഓടലോട്ട് ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത്, അത് D1 to D12. പിന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള കശേരുക്കൾ, അതാണ് L1 to L5 വരെ ഉള്ളത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ 2 കശേരുക്കളിലാണ്. അതായത് L5S1 ഡിസ്കും L4L5 ഡിസ്കും. കാരണം ആ 2 ലെവലിലാണ് ശരീരത്തിൻ്റെ ഭാരം ഏറ്റവും അധികം വരുന്നത്. ഏറ്റവും താഴത്തെ
ബേസിലിരിക്കുന്ന ഡിസ്കുകളിലാണല്ലോ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരിക. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഡിസ്കിലാണ് ഏറ്റവും അധികം പ്രഷർ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്കിന്റെ തള്ളൽ വരുന്ന ഒരു ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 90% ആളുകൾക്കും ഒന്നെങ്കിൽ L5S1 അല്ലെങ്കിൽ L4 L5 ലെവലിലായിരിക്കും ഡിസ്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഈ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നോണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും കാരണത്താലേ ആണോ അത്? ഈ ഡിസ്ക് എന്തുകൊണ്ടാ തള്ളുന്നതെന്ന് കറക്റ്റായിട്ട് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അതിന് കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അഡ്വാൻസിങ് ഏജ്, പ്രായം കൂടുന്നതനുസരിച്ച് ഡിസ്കിന് തേയ്മാനം വരും. അപ്പോൾ 50 ഇയേഴ്സിന് മുകളിലുള്ള ഒരാൾക്ക് കറസ്പോണ്ടിങ്ങിൽ ചെറുപ്പം ഉള്ള ഒരാളെക്കാട്ടിലും സാധ്യതയുണ്ട്. പിന്നെ ഹൈ റിസ്ക് ജോബ്സ്, റിപ്പീറ്റഡ് ആയിട്ട് കുനിയെന്ന് വിവരം ചെയ്യുന്നതും വെയിറ്റ് പോക്കുന്നതും ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആളുകളിൽ ഇത് വരാം. അതേപോലെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, യാതൊരു ആക്ടിവിറ്റീസും ഇല്ലാതെ അമിതമായ വണ്ണം വെക്കുകയും നട്ടലിൻ്റെ പേശികൾക്ക് ബലം കുറവുള്ള ആളുകളിലും ഇതുപോലെ തന്നെ വരാം. അവർ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഡിസ്ക് തള്ളാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ ഡിസ്കിൻ്റെ തള്ളൽ കൂടുതലായിട്ട് വരാം. ഇതൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഇപ്പം ഡോക്ടറിന്റെ അടുത്ത് വരുന്ന ഒരു രോഗികളെ നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവരാണ് കൂടുതലും ഈ ഒരു കൗമാരപ്രായമാണോ അതോ അങ്ങനെ യങ്സ്റ്റേഴ്സ് ആണോ ഇപ്പൊ കൂടുതൽ വരിക, അതോ കുറച്ചും കൂടി ഒരു ഏജ്ഡ് ആയിട്ടുള്ള? ഡിസ്കിന്റെ പ്രോബ്ലം വെച്ചുകൊണ്ട് കൂടുതൽ വരുന്നത് ഇപ്പം കാണുന്നത് യങ്സ്റ്റേഴ്സ് ആണ്. കൂടുതലും ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 30 to 50. ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ പറയുവാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് കുറെ ലോങ് സിറ്റിംഗ് അബ്നോർമൽ പോസ്റ്റേഴ്സിൽ കൂടുതൽ സമയം നിൽക്കുകയും എക്സസൈസസ് ഒട്ടും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഇത് നമ്മൾ കൂടുതൽ. അത് ഈ ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ മൊബൈൽ യൂസ് കൊണ്ട് ഇത് അഗ്രവേറ്റ് ചെയ്യാനുള്ള ഇപ്പം അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം ഈ ഗാഡ്ജറ്റ്സിന്റെ യൂസ് നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്ന സാധനം എർഗണോമിക്കലി ഡിസൈൻഡ് അല്ല, അത് യൂസ് ചെയ്യാൻ പാടില്ല. ബാക്ക് റിലേറ്റഡ് ഇഷ്യൂസിന് പ്രിഡിസ്പോസ്ഡ് ആയിട്ടുള്ളവരും പൊതുവെ യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് ഏതൊരു നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീൻ യൂസ് അല്ലെങ്കിൽ TV സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഐ ലെവലിലായിരിക്കണം മോണിറ്റർ. നമുക്ക് ലാപ്ടോപ്പ് എടുത്ത് ഐ ലെവലിൽ വെച്ചാൽ നമുക്ക് കീപാഡിലേക്ക് കൈ എത്തൂല. കീപാഡിന്റെ ലെവലിൽ വെച്ചാൽ സ്ക്രീൻ താഴെയായിരിക്കും. അപ്പോൾ നമുക്ക് കൂനി ഇരുന്നിട്ടേ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ചില IT പ്രൊഫഷണൽസ് പറയും ലാപ്ടോപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയുള്ളവർക്ക് അഡ്വൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഡിറ്റാച്ചബിൾ സ്ക്രീനുള്ള ലാപ്ടോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഡിറ്റാച്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഡിറ്റാച്ചബിൾ കീപാഡ് ഉള്ള. അപ്പോൾ അത് ഡിറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് സ്ക്രീൻ ഐ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കഴിയുന്നതും ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ചില പ്രൊഫഷണൽസ് IT പ്രൊഫഷണൽസ് ഉണ്ട് 8 hours 10 hours ഒക്കെ കണ്ടിന്യൂസ് ഇരിക്കുന്നവർ. അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു 35 to 40 minutes കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 10 minutes എണീറ്റ് നടക്കുകയോ ചെറുതായിട്ട് ഒരു ലൈറ്റ് ഒരു ഉലാത്തുകയോ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മസിൽസിനെയും ഡിസ്കിനെയും അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കും. പിന്നെ അതേപോലെ തന്നെ മൊബൈൽ ഫോൺസ് കണ്ടിന്യൂസ് ആയിട്ട് അബ്നോർമൽ പോസ്റ്ററിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫോൺസിൻ്റെ യൂസ് ഒരു ഗാഡ്ജറ്റ് എന്നുള്ള നിലക്ക് ഫോൺ വിളിക്കാൻ ഉപയോഗിക്കുന്ന പോലെ അല്ല, ഗാഡ്ജറ്റ് എന്നുള്ള നിലക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഡെസ്ക്ടോപ്പ് തന്നെ യൂസ് ചെയ്യണം. മൊബൈൽ ഫോൺസോ ലാപ്ടോപ്പോ അല്ല യൂസ് ചെയ്യേണ്ടി. പൊതുവെ എല്ലാവരും ഈ ഫോൺ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററിലാണല്ലോ ഇങ്ങനെ നമ്മളെ കഴുത്തിനും തോളിനും ഇടയിലൊക്കെ വെച്ച്. അതൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ അത് സർവൈക്കൽ, അതിപ്പോ നട്ടലിന്റെ ആയിട്ട് ബാധിക്കില്ല, പക്ഷെ സർവൈക്കൽ സ്ട്രെയിനിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫോണിന്റെ യൂസേജ്. ഡോക്ടർ, അപ്പോൾ ഈ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് കണ്ടീഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും ഇനീഷ്യലി തന്നെ ട്രീറ്റ് ചെയ്യുകയും സമയം കളയാതെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഉപദേശം സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ 90% ആളുകളിൽ വലിയ കുഴപ്പമൊന്നും കൂടാതെ രക്ഷപ്പെടാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി പോലുള്ള എന്തെങ്കിലും ഇൻ്റർവെൻഷൻ വേണ്ടി വരാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവേ പറഞ്ഞാൽ ഒരു 100 പേർക്ക് ഡിസ്കിൻ്റെ അസുഖമുള്ളവരെ സിംറ്റമാറ്റിക് ആയിട്ടുള്ളവരെടുത്താൽ അറ്റ്ലീസ്റ്റ് 85% ആളുകളെങ്കിലും നമുക്ക് കൺസർവേറ്റീവ്ലി സർജറി പോലുള്ള ഇടപാടുകളില്ലാതെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഒരു 10 to 15% ആളുകൾ മാത്രമേ സർജറിയിലേക്ക് പോകേണ്ടി വരാറുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലക്കുറവിലേക്ക് പോവുക അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്നതിൻ്റെ വയറ്റിൽ പോകുന്നതിൻ്റെ കൺട്രോളിനെ ബാധിക്കുക, അങ്ങനെയുള്ളവരിലാണ് സർജറി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്.
നമ്മൾ ഇപ്പം ഈ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ചികിത്സാ രീതികൾ കൂടുതലും സാർ ഇപ്പം ജനറിക് ആയിട്ടൊന്ന് പറഞ്ഞു ഒരു കൺസർവേറ്റീവ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സർജറി, അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനും രീതികളും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ഒഴിവാക്കുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള ബെൻഡിങ്, ലിഫ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്, ഇപ്പോൾ IT ഫീൽഡിലൊക്കെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ്സ് മോഡിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ചുകൊണ്ടല്ല ഈ ഡിസ്കിൻ്റെ ആയിട്ട് വരുന്ന കാലിലേക്ക് വരുന്ന വേദനയും മറ്റും ട്രീറ്റ് ചെയ്യുന്നത്. അതിന് വേറൊരു സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, ന്യൂറോട്രോഫിക്സ് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചികിത്സിക്കുന്നത്. പക്ഷേ ആ മെഡിസിൻസ് ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല മെഡിസിൻസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പിക്ക് ഡിസ്ക് റിലേറ്റഡ് സിംറ്റംസിന് നല്ലപോലെ റോളുണ്ട്. നല്ലപോലെ റോളുള്ള ഒരു ഡിസീസാണ് ഡിസ്ക് പ്രൊലാപ്സ്. അതിനകത്ത് ചില ഫിസിക്കൽ മൊഡാലിറ്റീസ് ഉണ്ട്, SWD, IFT, ടെൻസ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അതെല്ലാം മെഷീൻസ് വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഫിസിയോതെറാപ്പിസ്റ്റ്, നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസിൽ മാത്രമേ അതും ചെയ്യാവൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10% ആളുകളിൽ ഇതെല്ലാം ചെയ്താലും അൾട്ടിമേറ്റ്ലി സർജറിയിൽ എൻഡപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഒരു ന്യൂനപക്ഷമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഒരു മുൻകരുതലുകൾ എടുക്കേണ്ടത് ഒരു ഡിസ്ക് സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്ക്? പണ്ടെല്ലാം ഈ ഡിസ്കിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പൺ സർജറീസ് ആയിരുന്നു. ഓപ്പൺ ചെയ്ത് ഡിസ്ക് കട്ട് ചെയ്ത് മാറ്റുക,